നമസ്കാരം. ഫ്ലോർ മില്ലുകൾ എന്ന പോലുള്ള സംരംഭങ്ങൾ നടത്തിക്കൊണ്ടു പോകുക എന്നത് അഭിനന്ദനം അർഹിക്കുന്ന ഒരു ദൗത്യമാണെന്ന് ഇന്നത്തെ സമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കാരണം ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥിതിയിൽ ഏറ്റവും പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്നവരാണ് ഓരോ ഫ്ലോർ മിൽ സംരംഭകരും. ഒട്ടും കൃത്രിമമല്ലാത്ത ശുദ്ധമായ ആഹാര പദാർത്ഥങ്ങളുടെ ലഭ്യത ഇന്ന് സമൂഹത്തിൽ ഉറപ്പുവരുത്തുന്നതിൽ ഫ്ലോർ മില്ലുകൾക്ക് മുഖ്യമായൊരു പങ്കുണ്ട്. ഇങ്ങനെയുള്ള ഫ്ലോർ മില്ലുകളുടെ വിജയകരമായ പ്രവർത്തനത്തിന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് ഓരോ യൂണിറ്റിലെയും മെഷീനുകളുടെ സുഖകരവും കാര്യക്ഷമവുമായ പ്രവർത്തനം. ഈ വെല്ലുവിളിയെ യഥാസമയങ്ങളിൽ ഏറ്റെടുക്കാൻ ഫ്ലോർ മിൽ സംരംഭകരെ പ്രാപ്തരാക്കുകയാണ് പൈലറ്റ്സ്മിത്ത് ഇന്ത്യ. പൈലറ്റ്സ്മിത്ത് ഇന്ത്യ അവതരിപ്പിക്കുന്ന ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് അഥവാ AMC എന്ന പദ്ധതിയിലൂടെ കേരളത്തിലെ ആയിരക്കണക്കിനായിട്ട് വരുന്ന ഫ്ലോർ മില്ലുകളുടെ സംരക്ഷണം ഉറപ്പാക്കുക എന്ന വിജയകരമായ ദൗത്യം സാക്ഷാത്കരിക്കുകയാണ്. ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് ഞങ്ങൾ പരിചയപ്പെടുത്തിയപ്പോൾ ഞങ്ങളോട് സഹകരിച്ച കുറച്ച് ഫ്ലോർ മിൽ ഉടമകളെ നമുക്ക് നേരിൽ കാണാം. അവരുടെ മില്ലുകളുടെ പ്രവർത്തനങ്ങളെ നമുക്ക് നേരിട്ട് വിലയിരുത്താം. പൈലറ്റ്സ്മിത്ത് ഇന്ത്യ ആദ്യമായി മാർക്കറ്റിൽ ആനുവൽ മെയിൻ്റനൻസ് സ്കീം AMC അവതരിപ്പിച്ചപ്പോൾ നമ്മളുടെ അടുത്ത് ഏറ്റവും അധികം താല്പര്യം കാണിച്ച ചില മില്ലുടമകളിൽ ഒരാളാണ് മാവേലിക്കരയ്ക്ക് അടുത്തുള്ള ചുനക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് അഗ്മൽ ഇൻഡസ്ട്രീസ് നടത്തുന്ന അബ്ദുൽ സലാമിക്കയോട് നമുക്ക് നേരിട്ട് ചോദിക്കാം. നമ്മളുടെ AMC ആനുവൽ മെയിൻ്റനൻസ് സ്കീം എങ്ങനെയെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ മില്ലിന് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്, എങ്ങനെയാണ് ആ മില്ലിൻ്റെ പ്രവർത്തനത്തിനെ മെച്ചപ്പെടുത്തിയിരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. എങ്ങനെ പോണു മില്ലൊക്കെ? നല്ല രീതിയിൽ തന്നെ പോകുന്നു. അപ്പോൾ നമ്മളുടെ ആനുവൽ മെയിൻ്റനൻസ് സ്കീം AMC നമ്മളിവിടെ നടപ്പിലാക്കി ഉണ്ടായല്ലോ. ഉണ്ടല്ലോ. അതിനുശേഷം എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? എന്തെങ്കിലും നമ്മുടെ മില്ലിൻ്റെ നടത്തിപ്പിൽ എന്തെങ്കിലും കാര്യക്ഷമമായിട്ട് എന്തെങ്കിലും വ്യത്യാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ടോ? ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് സാറേ. ഞാനിത് ഈ പ്രസ്ഥാനം തുടങ്ങിയിട്ട് 3 വർഷമാകുന്നു. 10 ദിവസങ്ങൾ ബാക്കിയുണ്ട്. ഈ 3 വർഷത്തിനിടയ്ക്ക് എനിക്ക് ഒരു വർഷത്തിന് ശേഷം ചില ചെറിയ കംപ്ലയിൻറ്റുകൾ വരാറുണ്ട്. ഈ സമയത്തെല്ലാം നിങ്ങളുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളിവിടെ ടെക്നീഷ്യൻ വന്ന് ഇവിടെ നോക്കാൻ നമുക്ക് സമയമെടുക്കും. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ മുടക്കും. അതിന് നമ്മൾ താൽക്കാലികം ലോക്കലിൽ നിന്ന് ആളിനെ വിളിച്ചിട്ട് നമ്മൾ ആ മെയിൻ്റനൻസിനെ പറ്റി ചോദിക്കുമ്പോൾ അല്ല അവർ ചെയ്തു തരുമ്പോൾ നമ്മളത് സാറ്റിസ്ഫൈഡ് ആകുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ വർക്കറല്ല, അത്യാവശ്യ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് അവർ വിടുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് പൈലറ്റ്സ്മിത്ത് ഇന്ത്യ ഇങ്ങനൊരു പുതിയ സ്കീം ആരംഭിച്ചതായിട്ട് ഞാൻ അറിയപ്പെടുന്നു. അങ്ങനെ അപ്പോൾ എനിക്കത് നല്ല രീതിയാണെന്ന് തോന്നി. ഞാൻ അതിനകത്ത് ഫസ്റ്റ് തന്നെ നിങ്ങളോട് അതിനകത്ത് പേര് രജിസ്റ്റർ ചെയ്തു. അതിൻ്റെ ഒരു 10 ദിവസത്തിന് ശേഷം നിങ്ങളുടെ പ്രഗത്ഭരായ ടെക്നീഷ്യന്മാർ, അതായത് എനിക്ക് എൻ്റെ അറിവ് വെച്ചൊരു 22 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. വേറെ ഒന്നും പണികളില്ല. എല്ലാ മെഷീനും അവർ ചെക്ക് ചെയ്ത് അതിനകത്ത് തെറ്റുകൾ, ഞാൻ കാണാത്ത പല തെറ്റുകളും അവർ കണ്ടുപിടിച്ചു. അത് ക്ലിയർ ചെയ്യാനുള്ളത് 100% ക്ലിയർ ചെയ്തു. ബാക്കിയുള്ളത് അടുത്ത നെക്സ്റ്റ് സർവീസിന് വരുമ്പോൾ അത് ക്ലിയർ ചെയ്ത് തരാം എന്നവർ പ്രോമിസ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡാണ്. അതിയായ സന്തോഷം. ആനുവൽ മെയിൻ്റനൻസ് സ്കീം AMCയെക്കുറിച്ചുള്ള അങ്ങയുടെ വിലപ്പെട്ട അഭിപ്രായത്തിന് പൈലറ്റ്സ്മിത്തിൻ്റെ പേരിൽ ഞങ്ങൾ സന്തോഷം അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ഞങ്ങൾക്കറിയേണ്ടത്, നമുക്കിപ്പോൾ ഈ മില്ല് നടത്തുമ്പോൾ ഇക്കയ്ക്ക് പ്രത്യക്ഷത്തിൽ കണ്ടെത്താൻ പറ്റാത്തത് ആയിട്ടുള്ള മെഷീനുകളുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് ആനുവൽ മെയിൻ്റനൻസ് സ്കീമിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ടെക്നീഷ്യന്മാർ വന്നിട്ട് അങ്ങനെ ഉള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ദൂരീകരിക്കുകയുണ്ടായോ, അങ്ങനത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയുണ്ടായിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഞങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം. ഉണ്ടല്ലോ, തീർച്ചയായിട്ടും. 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അവർ ചെക്ക് ചെയ്തപ്പം പുള്ളി
യുടെ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ബെൽറ്റ് അലൈൻമെൻറ്റും അല്ലായിരുന്നു. അത് രണ്ടും അവർ ക്ലിയർ ചെയ്തു തന്നു. അത് ഞാൻ കാണാത്ത ഒരു കാര്യമാണ്. അതിനേക്കാളുപരി നമ്മുടെ ആമറിൻ്റെ ഒരു വിഷയം, അതിനും ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അതും അവർ കണ്ട് ആ പ്രശ്നവും പരിഹരിച്ച് തന്നു. ഇപ്പോൾ ഇത്രയും നാൾ നമുക്ക് ടെൻഷനായിരുന്നു, ഈ മില്ലിനകത്ത് എന്തെങ്കിലും ഇന്നു വരുമ്പോൾ എന്തെങ്കിലും വിഷയമുണ്ടോ പ്രശ്നമുണ്ടോ ഉണ്ടെന്ന്. ഇപ്പോൾ നമുക്ക് ഈ സ്കീമിൽ ചേർന്നതോടുകൂടി നമുക്ക് ആ പ്രശ്നം തീർന്നു കിട്ടി. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വരുന്നുണ്ട്, ചെക്ക് ചെയ്യുന്നുണ്ട്, അവരിൽ ഏൽപ്പിച്ചേക്കുവാണ് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മൊത്തം. അതിൽ 100% സാറ്റിസ്ഫൈഡ്. തീർച്ചയായിട്ടും പൈലറ്റ് സ്മിത്തിൻ്റെ ആനുവൽ മെയിൻ്റനൻസ് സ്കീം AMC മില്ലിന് വേണ്ടി ഉപകാരപ്പെടുത്തി എന്നുള്ളതും മെഷീൻ്റെ കാര്യക്ഷമതയിൽ കാര്യമായ വർധനവ് ഉണ്ടാക്കി എന്നുള്ളതും ഞങ്ങൾക്ക് വളരെ അതിയായി അതിൽ സന്തോഷമുണ്ട്. ഒപ്പം ഞങ്ങളോട് സഹകരിച്ചതിലും ഈ ആനുവൽ മെയിൻ്റനൻസ് സ്കീമിൻ്റെ ഏറ്റവും ആദ്യത്തെ കസ്റ്റമേഴ്സിൽ ഒരാളായി മാറിയതിനും പൈലറ്റ് സ്മിത്തിൻ്റെ നന്ദി ഞങ്ങൾ അറിയിച്ചു കൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹരിപ്പാടുള്ള കൃഷ്ണാസ് ഫ്ലോർ മില്ലിലാണ്. പൈലറ്റ് സ്മിത്തിൻ്റെ ആനുവൽ മെയിൻ്റനൻസ് സ്കീമിൽ വളരെ നേരത്തെ അംഗമായ ശ്രീ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ഫ്ലോർ മില്ലാണ് കൃഷ്ണാസ്. ആനുവൽ മെയിൻ്റനൻസ് സ്കീം നടപ്പാക്കിയതിന് ശേഷം ഈ ഫ്ലോർ മില്ലിൻ്റെ പ്രവർത്തനത്തിൽ എന്തൊക്കെ കാര്യക്ഷമമായ മാറ്റങ്ങളുണ്ടായി എന്ന് നമുക്കൊന്ന് രാധാകൃഷ്ണൻ ചേട്ടനോട് ചോദിച്ചറിയാം. തീർച്ചയായും വളരെയേറെ വ്യത്യാസമുണ്ട് കേട്ടോ. നമുക്ക് ഈ ആനുവൽ മെയിൻ്റനൻസ് കഴിഞ്ഞ ശേഷമേ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ പ്രൊഡക്ഷൻ കൂടിയിട്ടുണ്ട്. ഇതിൻ്റെ ടീത്തൊക്കെ ക്ലീൻ ചെയ്ത ശേഷം എനിക്ക് ഭയങ്കര വ്യത്യാസമുണ്ട്, പ്രൊഡക്ഷന് നല്ല വ്യത്യാസമുണ്ട്. സത്യത്തിൽ എൻ്റെ സുഹൃത്ത് ആലപ്പുഴയിലുള്ള ആ പാർട്ടി വന്ന് ആദ്യം പറഞ്ഞപ്പോൾ എനിക്കിത് എത്ര സ്വീകാര്യമായിരുന്നില്ല. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ആ മെയിൻ്റനൻസ് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. സത്യത്തിൽ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ നമുക്ക് അതിൻ്റെ പൈസയുടെയൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം താമസിച്ചു പോയി. പക്ഷേ സത്യത്തിൽ ആ സുഹൃത്ത് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം നമ്മളെ ഒരുപാട് കമ്പൽ ചെയ്യുന്നൊക്കെ പറഞ്ഞ് അന്നേരം ഒന്നും നമ്മൾ വിചാരിക്കുക അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു മെറിറ്റിന് വേണ്ടിയാണ് പറഞ്ഞതെന്ന് വിചാരിച്ചു. പക്ഷേ ചെയ്ത് കഴിഞ്ഞ ശേഷം ഉണ്ടായ ഔട്ട്പുട്ട് സൂപ്പറാണ്. പൈലറ്റ് സ്മിത്തിൻ്റെ ആനുവൽ മെയിൻ്റനൻസ് സ്കീമിൽ വളരെ നേരത്തെ അംഗമാകുകയും അതിൻ്റെ സ്കീമിൻ്റെ പ്രവർത്തനങ്ങൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്ത കൃഷ്ണാസ് ഫ്ലോർ മില്ലിൻ്റെ ഉടമയായ രാധാകൃഷ്ണൻ ചേട്ടന് പൈലറ്റ് സ്മിത്തിൻ്റെ പേരിൽ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഞാനിപ്പോൾ നിൽക്കുന്നത് കരുവാറ്റയിലുള്ള അലമേലു ഫ്ലോർ മില്ലിലാണ്. ഈ ഫ്ലോർ മില്ലിൻ്റെ ഉടമകളായ ശശി ചേട്ടനോടും ബാസര ചേച്ചിയോടും ആനുവൽ മെയിൻ്റനൻസ് സ്കീമിൽ ആദ്യത്തെ വിസിറ്റിൽ അവർ ചെയ്ത മെയിൻ്റനൻസിൻ്റെ അഭിപ്രായങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഞങ്ങളുടെ ഈ മില്ലിൽ ഒരു പ്രധാനപ്പെട്ട തലവേദനയായിരുന്നു റോസ്റ്റർ കേടായത്. ആ റോസ്റ്റർ കേടായി കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കമ്പനിയുടെ ആനുവൽ മെയിൻ്റനൻസ് സ്കീമിനെ കുറിച്ച് അറിഞ്ഞു. അതിൽ ഞങ്ങൾ അംഗങ്ങളാകുകയും അവർ ഇവിടെ വന്ന് ഇതിൻ്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തു തരികയും ചെയ്തു. ആ ചെയ്തു തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് ഇവിടെ അടുത്തെങ്ങും അങ്ങനെയുള്ളൊരു സർവീസ് കിട്ടാനുള്ള സാധ്യത ഇല്ലായിരുന്നു. പക്ഷേ ഇതിനകത്തെ ആ കാര്യങ്ങൾ, ആ കാസ്റ്റേൺ ഉൾപ്പെടെയുള്ള ആ സംഗതികൾ അവരഴിച്ച് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് തരികയും അതുപോലെ തന്നെ ഈ മില്ലിൻ്റെ ബാക്കിയുള്ള എല്ലാ ഉപകരണങ്ങളും അവർ ആ രീതിയിൽ ആ സ്കീമിൽ ഉൾപ്പെടുത്തി ഞങ്ങളെ കാണിക്കുകയും ചെയ്തു. കാണിച്ച് എന്നോട് എൻ്റെ ചില സുഹൃത്തുക്കളും അതുപോലെ തന്നെ ഇതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകളും വിളിച്ച് ഞങ്ങളോട് അഭിപ്രായം ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇതിൽ 100% അല്ല 150% സംതൃപ്തരാണ് എന്ന് പറയുന്നതിന് യാതൊരു മടിയുമില്ല. ആ കാര്യം ഞങ്ങൾ എല്ലായിടത്തും പറയുകയും ചെയ്യും. ഞങ്ങളുടെ ആനുവൽ മെയിൻ്റനൻസ് സ്കീമിൽ അംഗങ്ങളായി ഞങ്ങളോട് സഹകരിച്ച ശശിയേട്ടനും ബാസുര ചേച്ചിക്കും ഞങ്ങൾ അകമഴിഞ്ഞ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. താങ്ക് യു.
ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് അത്തിപ്പറമ്പിൽ ഫ്ലോർ ആൻഡ് ഓയിൽ മില്ലാണ്. ആറാട്ടുപുഴയ്ക്കടുത്തുള്ള മംഗലം എന്ന സ്ഥലത്താണ്. ഈ മില്ലിനൊരു വളരെയധികം ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ആനുവൽ മെയിൻ്റനൻസ് സ്കീം എന്ന പദ്ധതി ആരംഭിച്ചപ്പോൾ അതിലാദ്യമായി ചേർന്ന അംഗങ്ങളാണ് അത്തിപ്പറമ്പിൽ ഫ്ലോർ ആൻഡ് ഓയിൽ മില്ല്. നമ്മളിവിടെ കണ്ടുമുട്ടുന്നത് അത്തിപ്പറമ്പിൽ ഫ്ലോർ ആൻഡ് ഓയിൽ മില്ലിൻ്റെ ഉടമകളായ രാധാകൃഷ്ണൻ ചേട്ടനെയും അനിത ചേച്ചിയാണ്. ആനുവൽ മെയിൻ്റനൻസ് സ്കീമിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ സർവീസ് കഴിഞ്ഞപ്പോൾ അവരുടെ മില്ലുകൾക്ക് എന്തൊക്കെയാണ് ചേഞ്ചസ് ഉണ്ടായിരിക്കണേ, എന്ത് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കാര്യക്ഷമതയിലും അതിൻ്റെ യന്ത്രങ്ങളുടെ പ്രവർത്തനങ്ങളിലും എത്രമാത്രം മെച്ചം വരുത്തിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ഇത് അത്തിപ്പറമ്പിൽ ഇൻഡസ്ട്രീസിൻ്റെ ഓണേഴ്സാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ പൈലറ്റിൻ്റെ ഒരു 33 വർഷം കൊണ്ടുള്ള കസ്റ്റമറാണ് ഞങ്ങൾ. അപ്പോൾ അന്ന് തൊട്ട് ഞങ്ങളിവിടെ പ്രവർത്തനം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഇടയ്ക്കാണ് പൈലറ്റിൽ നിന്നൊരു ഇൻഫർമേഷൻ കിട്ടിയത്, ഞങ്ങളൊരു AMC സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളതിൽ അംഗമാകാൻ താല്പര്യം പ്രകടിപ്പിച്ചു. പക്ഷേ ഇത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളും നേരത്തെ ചെയ്യേണ്ടതായിരുന്നു എന്നൊരു തോന്നലുണ്ട്. പക്ഷെ അവരെ 3 പേര് വന്ന് നല്ല രീതിയിൽ അവർ കോപ്പറേറ്റ് ചെയ്തു. എല്ലാം നല്ല രീതിയിൽ ചെക്കപ്പ് ചെയ്തു. അലൈൻമെൻ്റ് ഉണ്ടായിരുന്നു, 2 മെഷീൻ്റെ അലൈൻമെൻറ്റും, പിന്നെ റോസ്റ്ററിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. ആ റോസ്റ്ററിൻ്റെ കംപ്ലയിൻറ്റും എല്ലാവരും നീക്കി. പിന്നെ ഓയിൽ എല്ലാം ചെക്ക് ചെയ്ത് ഓവറാൾ അവർ നല്ല രീതിയിൽ ചെക്ക് ചെയ്ത് നല്ല രീതിയിൽ അവരുടെ പ്രവർത്തനം എനിക്ക് ഇഷ്ടപ്പെട്ടു. പൈലറ്റിൻ്റെ മെഷീനാണ് ഞങ്ങൾ കൂടുതലും ഉപയോഗിക്കുന്നത്. അപ്പം പൊതുവേ തൃപ്തിയാണ്. നല്ല രീതിയിൽ ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നു. പൈലറ്റ്സ്മിത്തിൻ്റെ വളരെ വർഷങ്ങളോളം പഴക്കമുള്ള കസ്റ്റമേഴ്സ് എന്ന നിലയ്ക്ക് പൈലറ്റ്സ്മിത്തിനെ കുറിച്ചും ഒപ്പം പൈലറ്റ്സ്മിത്ത് അവതരിപ്പിച്ച മില്ലുകളുടെ പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ആനുവൽ മെയിൻ്റനൻസ് സ്കീം AMC അതിനെക്കുറിച്ചുമുള്ള നിങ്ങളുടെ വളരെ വിലപ്പെട്ട അഭിപ്രായങ്ങൾക്ക് പൈലറ്റ്സ്മിത്തിൻ്റെ പേരിൽ ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. താങ്ക്സ്. ഞങ്ങളിപ്പോൾ ഉള്ളത് ആറാട്ടുപുഴയിലുള്ള ഹരിത ഫ്ലോർ മില്ലിലാണ്. ഹരിത ഫ്ലോർ മില്ലിൻ്റെ ഉടമയായിട്ടുള്ള ബഹുമാനപ്പെട്ട അൻവറിക്കയെ നമുക്ക് നേരിൽ കാണാം. ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റിൻ്റെ 1ാം ഘട്ടം കഴിഞ്ഞപ്പോൾ അൻവറിക്കയ്ക്ക് ഉണ്ടായിരുന്ന അനുഭവങ്ങൾ നമുക്കൊന്ന് പങ്കുവയ്ക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് AMC എന്നുള്ള ഒരു സ്കീം നിലവിൽ വന്നത്. കാലങ്ങളായിട്ട് കേരളത്തിലെ ഫ്ലവർ മില്ല് ഉടമകൾ അവർക്ക് ആ സ്ഥാപനത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിയുന്ന ഒരു സംരംഭമായിട്ട് വേണേൽ ഈ AMCയെ ആനുവൽ മെയിൻ്റനൻസ് സർവീസിനെ കാണാം. എൻ്റെ സ്ഥാപനവും ഇതിൽ അംഗമാണ്. 1ാം ഘട്ടം വർക്കേഴ്സ് ഇവിടെ വന്നിരുന്നു. അപ്പോൾ അവർ വളരെ ഭംഗിയായിട്ട് ഞാൻ ഉദ്ദേശിച്ചതിൽ കൂടുതൽ കാര്യങ്ങൾ അവർ മണിക്കൂറുകൾ കൊണ്ട് ചെയ്ത് തീർത്ത് തന്നു. അതിൽ പ്രധാനമായിട്ടും എൻ്റെ റോസ്റ്ററിന് അതിന് പൾവറൈസറിൻ്റെ അകത്ത പിന്നെ ഹാമർ, തേഞ്ഞുപോയ ഹാമർ തിരിച്ചിടുക, അതുപോലെ പിന്നെ ഓയിൽ ചേഞ്ചിങ് നടത്തുക, പിന്നെ ബയറിങ്ങിൻ്റെ കണ്ടീഷൻ നോക്കുക, അതുപോലെ തന്നെ റോസ്റ്ററിൻ്റെ കണ്ടീഷൻ നോക്കുക, പാനൽ ബോർഡിൻ്റെ അവസ്ഥ നോക്കുക. അങ്ങനെ പിന്നെ പല കാര്യങ്ങളും അത് ചെക്ക് ചെയ്തതുകൊണ്ട് സമീപഭാവിയിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളിലും ഒരു മുൻവിധിയോടെ അത് മാറ്റാൻ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ എനിക്ക് 3 മെഷീനായിരുന്നുള്ളത്. വീണ്ടും 2 കൂടെ ഞാൻ എടുത്ത് അതിൻ്റെ പിന്നെ ഒരു വ്യത്യസ്ത രീതിയിൽ, അതായത് ആൻറ്റി വൈബ്രേറ്റർ രീതിയിൽ അത് ഫൗണ്ടേഷൻ തന്നെ പൊട്ടിക്കാതെ വെക്കുന്നു. അതുപോലെ തന്നെ പിന്നെ റൊട്ടേഷൻ സ്വിച്ച് വഴി 2 മോട്ടർ നമുക്ക് പിന്നെ ഉപയോഗപ്രദമാക്കാൻ, അതായത് മിനിമം 10 HP-യിൽ തന്നെ അതിൻ്റെ ഫിക്സഡ് ചാർജ് കൊടുക്കുകയും എന്നാൽ 2 മോട്ടർ 2 സമയത്താണെങ്കിൽ പോലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് ലളിതമായ ഒരു സംവിധാനമാണ്. ബെൽറ്റ് മാറാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അതിലൂടെ ഒഴിവാക്കി കിട്ടും. അപ്പോൾ ആ രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വീണ്ടും ഇത്തരം പിന്നെ കാര്യങ്ങൾ പൈലറ്റ്സ്മിത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ.
ഇത്ര നേരം ഞങ്ങൾക്കായിട്ട് പകർന്നു തന്ന വിലയേറിയ വാക്കുകൾ, വിലയേറിയ അഭിപ്രായങ്ങൾ, ഞങ്ങളുടെ മുന്നോട്ടുള്ള പോക്കിലും ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് നടപ്പാക്കുന്നതിൽ ഞങ്ങളുടെ മുന്നോട്ടുള്ള കാഴ്ചപ്പാടുകളിലുള്ള ഡിഫറൻസുകൾ ഉണ്ടാക്കുമെന്ന് തീർച്ചയായിട്ടും അനുവർക്ക വളരെ വിലപ്പെട്ട അഭിപ്രായങ്ങളാണ് ഞങ്ങൾക്ക് തന്നത്. ഒപ്പം തന്നെ ഞങ്ങൾക്ക് തിരിച്ചുള്ള ഞങ്ങളുടെ സേവനങ്ങളും അതുപോലെ തന്നെയായിരിക്കും. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക്സ്.